الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മളെല്ലാവരും ഈ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലുമൊക്കെ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. ഇവിടെ നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചു പോകാൻ ഒരുപാട് സംഗതികൾ നടക്കേണ്ടതുണ്ട്. അതുപോലെ മരണവും അതിനെ തുടർന്നുണ്ടാകുന്ന പരലോക അനുഭവങ്ങളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വരാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. ഇത് വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. എന്നാൽ വിശ്വാസികൾക്ക് ധൈര്യം പകരുന്ന വിശ്വാസം അവരുടെ ആരാധ്യൻ നസീറാണ്, അഥവാ വല്ലാതെ സഹായിക്കുന്നവനാണ്. അവൻ അവന്റെ ദാസന്മാരെ സഹായിക്കുകയും അവന്റെ ഇഷ്ടക്കാരെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്നവനാണ് എന്ന അടിയുറച്ച വിശ്വാസവും പ്രതീക്ഷയും. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വലിയ മുതൽക്കൂട്ട്, ധൈര്യം. ഈ ധൈര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പകർന്നു നൽകിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ഇതിലൂടെയെല്ലാം റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ 99 പേരുകളുടെ കൂട്ടത്തിൽ അൻ-നസീർ, അറബിയിൽ ഫഈൽ എന്നാണ് ആ പദം. അതിന്റെ മീസാൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായി സഹായിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ സീഗ മുബാലഗ എന്നൊക്കെ അതിന് പറയാം. വെറുമൊരു സഹായി എന്ന അർത്ഥമല്ല. എല്ലാ അർത്ഥത്തിലും എല്ലാ നിലക്കും സഹായിക്കുന്നവനാണ് അല്ലാഹു. അഥവാ ശത്രു എത്ര വലിയ മല്ലനാണെങ്കിലും എത്ര വലിയ കേമനാണെങ്കിലും അല്ലാഹു സഹായിക്കും. ഇനി മുന്നിലുള്ള പ്രശ്നങ്ങൾ എത്ര കൂടുതലുണ്ടെങ്കിലും അല്ലാഹു സഹായിക്കും. അള്ളാഹുവിന്റെ ദാസനെ സഹായിക്കാൻ അതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ ഇവിടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും പലർക്കും. അതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ ഈ കൗന് പ്രകൃതി തന്നെ നഷ്ടപ്പെട്ടു, അതും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ചാൽ സഹായിക്കും. അത് തടയാൻ ഒരു കല്ലനും മല്ലനും ഇല്ല. അതെത്ര വലിയ പ്രശ്നമാണെങ്കിലും അള്ളാഹു തആല ഇടപെടും. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദാസനാണ് ഞാനെന്ന ബോധത്തോടു കൂടിയ ഓരോ മുഅ്മിനും വിശ്വാസിയും ഇവിടെ ജീവിക്കേണ്ടത്.
എന്നാൽ ഇവിടെ ഈ കാര്യം പറയുന്നത് പൊതുവെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട്, സഹായം ലഭിക്കുന്നത് അസ്ബാബുകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാം, കഴിവ് കൊണ്ട് രക്ഷപ്പെട്ട് കളയാം, എനിക്കെന്താ നല്ല സ്വാധീനല്ലേ അതുകൊണ്ട് രക്ഷപ്പെട്ട് കളയാം. ഇതൊന്നും തന്നെ ഒരു സഹായം സാധ്യമാക്കുന്ന വസ്തുക്കളെ അല്ല. സഹായം അള്ളാഹുവിങ്കൽ നിന്നാണ്, അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. അത് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു താല വിശ്വാസികളോട് തന്നെ റസൂലുള്ളാഹിയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ അംഗപ്പെരുപ്പം അതുകൊണ്ടൊന്നും അല്ല ഇസ്ലാം സംരക്ഷിക്കപ്പെടുന്നത്. ഇനി ആള് കുറഞ്ഞു പോയി എന്നാൽ ഇതങ്ങ് തകർന്നു പോകും, അതുമില്ല. ഇതൊക്കെ വെറും ഒരു അസ്ബാബുകൾ മാത്രമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതും റബ്ബാണ്. അള്ളാഹു പറയുന്നു, വഇൻ തവല്ലൗ, നിങ്ങളൊക്കെ അങ്ങ് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലമു അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗല വ നിഅമൻ നസീർ. അള്ളാഹുവാണ് മൗല, അവനാണ് രക്ഷാധികാരി, അവനാണ് സഹായി. ഇവിടെ ആര് പിന്തിരിഞ്ഞു ആര് കൂടെ നിന്നു ഇതൊന്നും അല്ല വിഷയം. ഒക്കെ അള്ളാഹു താല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് ഇവിടെ ആളുകളുടെ ബാഹുല്യം ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകൂ എന്ന് അള്ളാഹു പറയുകയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇസ്ലാം പ്രചരിപ്പിക്കാനും അള്ളാഹുവിന്റെ ഭാഗം ജയിച്ചു നിൽക്കാനും കുറെ ആളുകളുടെ ആവശ്യമുണ്ട് അള്ളാഹുവിന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല എന്ന കാര്യം അള്ളാഹു താല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധവേളകളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അൻത അദുദി വ നസീരി, അല്ലാഹുവേ നീയാണ് എൻ്റെ താങ്ങും എൻ്റെ സഹായി. ബിക അഹൂലു വ ബിക അസൂൽ, നിന്നെ കൊണ്ടാണ് ഞാൻ ചലിക്കുന്നത്, നിന്നെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങുന്നത് യുദ്ധഭൂമിയിൽ. വ ബിക ഉഖാതിൽ, നിന്നെ കൊണ്ടാണ് ഞാൻ പ്രതിരോധിക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്. വാഹനത്തിൽ കയറി ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ദിക്ർ ചെല്ലുമ്പോൾ അതല്ലേ നമ്മളെ മനസ്സിൽ വരിക. ഒരു സബബായിട്ട് ഇവിടെ സീറ്റിൽ ഇരുന്നു കൊടുക്കുക, എന്തൊക്കെ വരിക അള്ളാഹ്ക്കറിയാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹു തആല ഇതിങ്ങ് പാകപ്പെടുത്തി തന്നു, ഒന്ന് അധീനപ്പെടുത്തി തന്നു. അള്ളാഹ് അധീനപ്പെടുത്തി തന്നതാ, എനിക്ക് കഴിയില്ല അല്ലാഹ് ഇത് നിയന്ത്രിക്കാനെന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്. ഇത് തന്നെയാ എല്ലാ വിഷയത്തിലും ഒരു മുഅ്മിനിന്റെ മാനസികാവസ്ഥ, വിശ്വാസം. അള്ളാഹു സഹായിയാണ് എന്ന് മാത്രല്ല, അള്ളാഹ് മാത്രമാണ് സഹായി എന്നതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം. ഖുർആനിൽ അള്ളാഹ് പറയുന്നു, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹു ഒഴികെ ഒരു രക്ഷാധികാരിയില്ല, അള്ളാഹു ഒഴികെ ഒരു സഹായിയില്ല, അള്ളാഹു മാത്രം. നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യാണെങ്കിലും നമ്മളിലുള്ള വസ്തുക്കളിൽ തവക്കുലാക്കാതെ, അതുകൊണ്ട് നടക്കുമെന്ന് വിചാരിക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കാനുള്ള, അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ നാമമാണ് അൻ-നസീർ. അള്ളാഹു പറയുന്നു, യൻസുറുക്കുമുല്ലാഹ്, അള്ളാഹു എങ്ങാനും നിങ്ങളിങ്ങ് സഹായിക്കുകയാണെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങൾ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. വഇൻ യഖ്ദുൽകും, ഇനി അള്ളാഹെങ്ങാനും നിങ്ങളെ കൈവിടുകയാണെങ്കിൽ ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, അള്ളാന്റെ പുറമെ ആരുണ്ടോ നിങ്ങളെ സഹായിക്കാൻ. അപ്പൊ അള്ളാഹിനോട് എന്നെ കൈവിടല്ലേ, എന്നെ സഹായിക്കണേ എന്ന് ഓരോ ദിവസവും ഓരോ പ്രവർത്തനത്തിലും പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഈ നാമം നമ്മോട് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരത് പ്രാവർത്തികമാക്കി. അള്ളാഹുവിങ്കൽ നിന്നാണ് സഹായം എന്നത് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആ സഹായത്തിനുള്ള അർഹത, അത് ലഭിക്കാനുള്ള അർഹത, പ്രത്യേക സഹായം ലഭിക്കാനുള്ള അർഹതക്ക് രണ്ട് നിബന്ധനയാണ് അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അള്ളാഹിന്റെ പ്രത്യേകമായ ഒരു കാവലും സഹായവും ലഭിക്കണമെങ്കിൽ രണ്ട് സംഗതി നമ്മൾ ചെയ്യണം. അതിലൊന്ന് ഈമാനാണ്, രണ്ടാമത്തത് നമ്മുടെ പരിശ്രമമാണ്. അതായത്
അങ്ങനെ പരിശ്രമിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചതാണ്. നമ്മുടെ പരിശ്രമം കൊണ്ടല്ല സഹായം, അത് നമ്മളെ പണിയാണ്. അപ്പൊ നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത് അത് ഈ സഹായം ലഭ്യമാക്കി തരുന്ന സംഗതിയൊന്നുമല്ല. അങ്ങനെയാണ് നമ്മുടെ പരിശ്രമത്തെ നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്താ ഉറപ്പാണുള്ളത്? കുറച്ച് പൈസ ഉണ്ട്, എത്ര റുപ്യന്റെ രോഗാ വരിക? അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സമാധാനിക്കായിരുന്നു. എന്തൊക്കെ പ്രശ്നമാണ് നമുക്ക് വരിക? നമ്മുടെ ആരോഗ്യം കൊണ്ട് തരണം ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ വരിക? അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക, അവന്റെ സഹായം അർത്ഥിക്കുക. അള്ളാഹു സഹായിക്കും. വക്കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള പറയാം. അള്ളാഹു ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സഹായിച്ച സംഭവം നമ്മളോട് പറഞ്ഞു തരുന്നു. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ബലഹീനരായ സന്ദർഭത്തിൽ ബദറിൽ വെച്ച് അള്ളാഹു തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വാക്തത്വം, അള്ളൊരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹ് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വെറുതെ വാക്ക് പറയുന്നവനല്ല അള്ളാഹു. അപ്പൊ വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള എളിയ പ്രവർത്തനവും, ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് തന്നെ അള്ളാഹു തആല പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്താൽ മതി. ഫത്തഖുല്ലാഹ മസ്തതഅതു എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം അതാ. സാധിക്കുന്നത്ര തഖ്വയോട് ജീവിക്കും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. സാധിക്കുന്നതേ അള്ളാഹു തആല കൽപ്പിക്കുന്നുള്ളൂ. കാര്യം അള്ളാഹു തആല നടത്തിത്തരും. പക്ഷെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കണം. എന്റെ ഇതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നുള്ള വിചാരവും കാര്യമൊന്നും വേണ്ട. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അള്ളാഹു ആണ് സഹായി എന്ന് ഉറച്ച് വിശ്വസിക്കുക, അവനോട് സഹായം ചോദിക്കുക. അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളെ അള്ളാഹു തആല സഹായിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ത്വാഅത്താണ്. ആ പറഞ്ഞതുപോലെ ചെയ്യുക. അല്ലാതെ എത്രയാണോ ആവശ്യം അത്ര നിങ്ങൾ ചെയ്തിരിക്കണം എന്നല്ല. നമ്മുടെ ത്വാഅത്ത് അള്ളാഹുവിന്റെ സഹായത്തിന്റെ വിലയാകുന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തുല്യമായ സംഗതിയായതുകൊണ്ടല്ല. ദുന്യാവാണെങ്കിലും ആഖിറാണെങ്കിലും അങ്ങനെയാണ് അവസ്ഥ. ഇപ്പൊ ആഖിറത്തിൽ അല്ലാഹ് സ്വർഗം തരുന്നു. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് തുല്യമായ സ്വർഗാണോ? അല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അള്ളാഹ് ഫള് കൊണ്ട് തരികയാണ്. അത് തന്നെയാ ദുന്യാവിന്റെ അവസ്ഥ. ദുന്യാവിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, അതിന് തുല്യമായ അനുഗ്രഹമാണ് അള്ളാഹു തരുന്നത്. അള്ളാഹിന്റെ അനുഗ്രഹം എത്രയോ വലുതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാനിങ്ങാക്കി എന്ന ധാരണയൊന്നും ആർക്കും വേണ്ട. ഇത് വളരെ വ്യക്തമായിട്ട് ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതുപോലെ തന്നെ പ്രവർത്തിക്കുക. ഇതേതെങ്കിലും ഒന്നില്ലെങ്കിൽ അള്ളാന്റെ വാക്തത്വം അവൻ നിറവേറ്റണം എന്നില്ല. വെറുതെ എടുത്തേലിരുന്നിട്ട് അള്ളാഹു മൻസൂറിനെ അള്ളാഹ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്നു. വിശ്വാസവും ഇല്ലോന്. ഇനി അതല്ലെങ്കിൽ വിശ്വാസം മാത്രമുണ്ട്, ഒരു പ്രവൃത്തിയും ഇല്ല. അല്ലെങ്കിൽ പ്രവൃത്തി മാത്രമുണ്ട്, അള്ളയാണ് നാസുർ സഹായിക്കുന്നവൻ എന്ന വിശ്വാസം ഇല്ല. അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് പ്രത്യേക സഹായം കൊടുക്കാൻ അള്ളാഹ് ബാധ്യതയായി ഏറ്റെടുത്തിട്ടുമില്ല. ഒരു ദിവസം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു സഹാബി ഒരു ചൊറി പിടിച്ച ഒട്ടകത്തിനെയും കൊണ്ട് പോവാ. അപ്പോ ഉമർ ഖത്താബ് ചോദിച്ചു, ഇതെന്താ ഇതിനിങ്ങനെ ചൊറി പിടിച്ചിക്ക്, പിന്നെ ചികിത്സ ഒന്നുമില്ലേ? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് വേർക്കുന്നുണ്ട് ഇതിന്റെ ചൊറി മാറ്റിത്തരാൻ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ദുആ മാത്രം പോരാ, മരുന്ന് ഉപയോഗിക്കണം, ആവുന്ന പണി ചെയ്യണം, എന്നിട്ട് ദ്വാരക്കണം. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് ഹജ്ജിന് പോയപ്പോ അവിടെ യാചിക്കുന്ന കുറെ ഹാജിമാരെ കണ്ടു. ആളുകളോട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് തരുമോ, ഇത് അത് വേണോ, ഇത് വേണോ? ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അപ്പൊ അവര് പറഞ്ഞു, നഹ്നു മുതവക്കിലൂന അലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയ ആൾക്കാരാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാ, കദ്ദാബൂന, നിങ്ങൾ കള്ളന്മാരാ, നിങ്ങൾ മുതവക്കിലീങ്ങൾ തവക്കുലാക്കിയ ആൾക്കാരൊന്നുമല്ല. അൽ മുതവക്കിലു മൻ അൽഖ ഹബ്ബത്തൻ ഫിൽ അർളി സുമ്മ തവക്കല അലല്ലാഹ്. മുതവക്കില് തവക്കുലാക്കുന്നവൻ ആരാന്നറിയോ? ഭൂമിയിൽ ആദ്യം വിത്തിടണം, എന്നിട്ട് തവക്കുലാക്കണം എന്ന് പറഞ്ഞാൽ കഴിവിന്റെ പരമാവധി പണിയെടുക്കണം.
എന്നിട്ട് തവക്കുലാക്കണം. അവനാണ് തവക്കുലാക്കുന്നവൻ, അല്ലാതെ ഒന്നും ചെയ്യാതെ ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ബരലല്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ രംഗത്ത് നമ്മുടെ ഖൽബ് പണിയെടുക്കണം. എന്താ ഖൽബിന്റെ പണി? കൃത്യമായി വിശ്വസിക്കണം അള്ളാഹുവാണ് സഹായി. എന്നിട്ട് ആ ഖൽബ് അള്ളാഹുവിൽ തവക്കുലാക്കണം. നമ്മുടെ നാവ് പണിയെടുക്കണം. അതാ പ്രാർത്ഥന, അല്ലാഹു മൻസുർന, അള്ളാഹുവെ സഹായിക്കണേ. നമ്മുടെ അവയവങ്ങൾ പണിയെടുക്കണം. അതിന്റെ ത്വാഅത്ത്, അതുണ്ടാകാൻ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളങ്ങ് നിന്നുകൊടുത്താൽ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, അത്തരം വിശ്വാസികളെ സഹായിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്നാൽ വേറൊരു തരം സഹായമുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം. അത് ഈ ഷർത്തൊന്നും നോക്കാതെയുള്ള സഹായമാണ്. ആ സഹായത്തിന്റെ പേര് അള്ളാഹുവിന്റെ ആ നുസ്റത്ത് അള്ളാഹുവിന്റെ ഹിക്മത്തുമായി ബന്ധപ്പെട്ടതാ. അതിൽ അള്ളാഹു എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വിശ്വാസികൾക്കും അല്ലാത്തവർക്കൊക്കെ അള്ളാഹ് കൊടുക്കുക സഹായം. മക്കത്തൊരു സംഭവം ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നടത്തുന്ന സമയത്ത് അയൽ രാജ്യമാകുന്ന റോംകാരും പേർഷ്യക്കാരും തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണ്. പേർഷ്യയില് വിഗ്രഹാരാധകരാണ്, അഗ്നി ആരാധകരാണ്. റോമിലാകട്ടെ ക്രിസ്ത്യാനികളാണ്. പൊതുവെ മക്കത്തുള്ള മുസ്ലിമീങ്ങൾ ആ റോം പക്ഷത്തായിരുന്നു. അവിടെയുള്ള മുശ്രിക്കുകളാകട്ടെ അവര് ഈ പേർഷ്യൻ പക്ഷത്താണ്. ഫുട്ബോളൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ അങ്ങനെ പക്ഷം ചേരാറില്ല. അങ്ങനെ എന്തിനു പറയുന്നു? റോം പരാജയപ്പെട്ടു. അപ്പൊ മുശ്രിക്കുകൾ വളരെ സന്തോഷത്തോടു കൂടി അതിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദിനൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോം പരാജയപ്പെട്ടിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശത്ത്. എന്നാൽ കുറച്ച് കഴിയുമ്പോ ആ റോം വിജയിക്കുന്നതാണ്. ഫീ ബിദ്ഇ സിനീൻ, കുറച്ച് കൊല്ലങ്ങൾക്കിടയിൽ അത് വിജയിക്കും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു, മുമ്പും ശേഷമൊക്കെ കാര്യം അല്ലാഹുവിന്റെ അടുത്താണ്. വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാഹ്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. അപ്പൊ മറ്റേ ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഗതി അവർ വിശ്വാസികളല്ല എന്നിട്ട് പോലും അവരുടെ വിജയത്തിൽ വിശ്വാസികൾക്കൊരു സന്തോഷമുണ്ടാകുന്ന രംഗം അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ സഹായിച്ചത് അല്ലാഹ് അവരുടെ ഈമാൻ കൊണ്ടോ അവരുടെ തവക്കുൽ കൊണ്ടോ ഇതുകൊണ്ടൊന്നുമല്ല. അവരാണ് ആ സമയത്ത് വിജയിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്, അവന്റെ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിന്റെ ഭാഗമായി അള്ളാഹു അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യും. എന്നാൽ ഈ നേരത്തെ പറഞ്ഞത് അതല്ല, വിശ്വാസികൾക്കുള്ള പ്രത്യേക സഹായമാണ്. ആ വിശ്വാസികൾക്കുള്ള പ്രത്യേക സഹായം പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ പരാജയമാണെന്ന് തോന്നിയേക്കാം. അത്തരം സഹായങ്ങൾക്ക് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത് നസ്ർ മബ്ദഇ എന്നാണ്. പ്രാരംഭ സഹായം, ഒരു പ്രാരംഭ സഹായം അല്ലാഹു തആല നമുക്ക് നൽകിയേക്കാം. അത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ, അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ടാളുകൾ വന്നപ്പോ ആ രണ്ടാളുകളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. മുസ്ലിങ്ങളായിരുന്നു. ആദ്യത്തെ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ പ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല. അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്, കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ ആളാകട്ടെ അദ്ദേഹം മുസൈലിമത്തുൽ കദ്ദാബ് റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ചു കൊടുത്തു. അദ്ദേഹം രക്ഷപ്പെട്ടു. സാധാരണഗതിയിൽ കാഴ്ചപ്പാടിൽ ആദ്യത്തവൻ പരാജയപ്പെട്ടു, രണ്ടാമത്തവൻ വിജയിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രതാപത്തെ കാത്തു സൂക്ഷിച്ച ഒന്നാമൻ അവൻ അള്ളാഹുവിന്റെ പ്രതാപത്തിന്, ഇസ്സത്തിന് അർഹനായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ അള്ളാഹു ആദരിച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാമല്ലോ, ഫിർഔനിന്റെ പെൺകുട്ടിയുടെ മുടി ചീകിക്കൊടുക്കാറുണ്ടായിരുന്ന മാഷിത്ത ഫിർഔനിന്റെ പെൺകുട്ടിയുടെ മുടി ചീകിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പ് താഴെ വീണുപോയി. മാഷിത്ത അതിങ്ങെടുക്കുക, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച വിശ്വാസിനിയായിരുന്നു മാഷിത്ത.
മാഷിത്തയുടെ ഭർത്താവ് മുസ്ലിമായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു പോയതാണ്. അവിടെ പല സംഗതികളും പല ആളുകളും അന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പക്ഷത്ത് രഹസ്യമായി മുസ്ലിമായി ജീവിച്ചിട്ടുണ്ട്. മാഷിത്തയാകട്ടെ കൊട്ടാരത്തിലുള്ള വേലക്കാരിയാണ്. 5 മക്കളുണ്ട്. ഇതങ്ങ് കേട്ടപ്പോ ഫിറൗന്റെ മോള് ചോദിച്ചു, ബിസ്മില്ല എന്ന് പറഞ്ഞ അള്ള എന്റെ ഉപ്പയാണോ? മാഷിത്തക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മാഷിത്ത പറഞ്ഞു, റബ്ബി വ റബ്ബുക്കി വ റബ്ബു അബീക്കില്ല, എന്റെയും നിന്റെയും നിന്റെ വാപ്പാന്റെയും ഒരു റബ്ബുണ്ട്, ഓൻ അള്ളയാണ്. ഞാനിത് എന്റെ വാപ്പാനോട് പറയുന്നും പറഞ്ഞു പോയതാ. പോയി പറഞ്ഞു. സംഭവം വലിയ പ്രശ്നമായി. കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഫറോവ റബ്ബല്ല എന്ന് അംഗീകരിക്കുന്ന ആള് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ ഫിർഔൻ വലിയ വട്ടയിൽ ചെമ്പിൽ എണ്ണ ചൂടാക്കി എണ്ണ തിളപ്പിച്ച് ഈ സ്ത്രീയെയും മക്കളെയും കൊണ്ടുവരിക. എന്നിട്ട് മൂത്ത മോനെ പിടിച്ചിട്ട് നിന്റെ റബ്ബാരാണെന്ന് ഈ സഹോദരിയോട് ചോദിച്ചപ്പം മാഷിത്ത പറഞ്ഞു, റബ്ബി വ റബ്ബുക്കല്ലാ, എന്റെയും നിന്റെയും റബ്ബല്ലയാ. ആ തിളക്കുന്ന എണ്ണയിലങ്ങിടുകയാണ്. എല്ലിന്റെ വെള്ള നിറം വരെ അതിൽ നിന്ന് തിളച്ച് മറിഞ്ഞ് വെളുത്ത് കാണാമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ മക്കളെയും പിടിച്ചങ്ങനെ ഇട്ടപ്പോ അവസാനം മുല കുടിക്കുന്ന 5ാമത്തെ പൊന്നുമോനെ ഫറോവയുടെ കിങ്കരന്മാരെടുത്ത് ആ എണ്ണയിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നറച്ചു നിന്നുപോയി മാഷിത്ത. അപ്പോഴാണ് ആ മുല കുടിക്കുന്ന സംസാരപ്രായമില്ലാത്ത കുഞ്ഞുമോൻ ഉമ്മയോട് പറയുന്നത്, ഇസ്ബിരി വ അന്തി അലൽ ഹഖ്, ക്ഷമിച്ചു നിൽക്കുമ്മ, സത്യമാണ് നിങ്ങൾ പറയുന്നതെന്ന്. അങ്ങനെ ആ കുഞ്ഞിനെ കൂടി എണ്ണയിലിട്ട് കൊല്ലുകയാണ്. അവസാനം മാഷിത്തയെ കൊണ്ടുവന്നു. മാഷിത്തയെ എണ്ണയിലേക്ക് കൊണ്ടുപോകുമ്പോ മാഷിത്ത വന്ന് തിരിഞ്ഞു നോക്കി ഫറോവയിലേക്ക്. ഫറോവ വിചാരിച്ചു മനം മാറ്റമുണ്ടാവുകയാണെന്ന്. ഫറോവയോട് പറഞ്ഞ്, എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താ നിന്റെ അന്ത്യാഭിലാഷം? എന്റെ മക്കളുടെ എല്ലാം കഷ്ടങ്ങളും എന്റെ എല്ലാം കഷ്ടങ്ങളും ഒരു ഖബറിൽ മറമാടണം, ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ ഫിർഔൻ പോലും അത് അംഗീകരിച്ചു പോയി. മാഷിത്തയെയും അതിലിട്ട് കൊന്നുകളഞ്ഞു. സംഭവിച്ചില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയപ്പോ തന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സുഗന്ധം വാനലോകത്ത് നിന്ന് തനിക്കടിച്ചു വീശിയപ്പോ കൂടെയുള്ള ജിബ്രീലിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, എന്താണ് ഇത്രയും വലിയ ഒരു സുഗന്ധമെന്ന്? ജിബ്രീൽ പറഞ്ഞു കൊടുത്തില്ലേ, അത് മാഷിത്തയും മക്കളുമാണ്. അല്ലാഹു തആല ആദരിച്ചിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ വലിയ പരാജയമാ, പക്ഷേ അള്ളാഹുവിന്റെ മബ്ദഇയായ നസ്റാണ്, സഹായമാണ് സബാത്ത് അലൽ ഈമാൻ എന്ന് പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈമാൻ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് കിട്ടുക എന്നത് അള്ളാഹുവിന്റെ നസ്റാണ്, സഹായമാണ്. ഒരു ഹറാമായ സംഗതി മുന്നിൽ ചെയ്യാൻ വരുന്ന സമയത്ത് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോ എനിക്കത് വേണ്ട എന്ന ഒരു വിചാരമുണ്ടാവുകയും ഉറച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ പ്രത്യേക സഹായമാണ്, സബാത്താണ്. അതുകൊണ്ടല്ലേ അല്ലാഹുമ്മ സബ്ബിത്നാ അലൽ ഈമാൻ, ആ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമാണത്. 3-4 കുട്ടികൾ മുലകുടി പ്രായത്തിൽ സംസാരിച്ചത് റസൂലുള്ളാഹി പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു. മറ്റൊന്ന് ജുറൈജിന്റെ കുട്ടി സംസാരിച്ചു. ജുറൈജുമായി ബന്ധപ്പെട്ട ആ കുഞ്ഞ് സംസാരിച്ചു. അതുപോലെ തന്നെ ഉഹ്ദൂദിന്റെ ആളുകൾ ആ കിടങ്ങിൽ ഇട്ട് കൊല്ലുന്ന സമയത്ത് ഒരു മുലകുടിക്കുന്ന കുഞ്ഞുമായി പോയ ഒരു സ്ത്രീ തുള്ളാൻ മടിച്ചപ്പോ അല്ലെങ്കിൽ എടുത്തിടാൻ പ്രയാസം കാണിച്ചപ്പോ ആ കുഞ്ഞ് സംസാരിച്ചു, പൊയ്ക്കൊള്ളുക ഉമ്മ, ഒരു പ്രശ്നവും, അതൊന്നും തീയല്ല, ദുനിയാവിന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. ആ സമയത്തൊക്കെയുള്ള സബാത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമാണ്. അതുകൊണ്ട് തന്നെ
അള്ളാഹുവിന്റെ സഹായം എനിക്ക് കിട്ടൂല എന്നൊരു വിശ്വാസിയും മനസ്സിലാക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, എന്നെ അള്ളാഹ് സഹായിക്കൂല, അങ്ങനെ വിചാരിക്കരുത്. ആ വിചാരത്തിന്റെ പേര് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയുക എന്നതാണ്. അള്ളാഹ് ഖുർആനിൽ വിലക്കിയതാ. അള്ളാഹുവിന് മുഅ്മിനീങ്ങളോട് ഇഷ്ടമാണ്. ചിലപ്പം താൽക്കാലിക പരാജയമാണെന്നൊക്കെ തോന്നും, പക്ഷേ ഈമാൻ ഉണ്ടാകണം. അള്ളാഹു നസീറാണെന്ന് വിശ്വസിക്കണം. നമ്മുടെ കഴിവിന്റെ പരമാവധിയുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹുവിൽ തവക്കുലാക്കണം. തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ആ രൂപത്തിൽ ജീവിക്കാൻ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിന്റെയും ഉഹദിന്റെയും ഹുനൈനിന്റെയും ഒക്കെ പാഠം ജീവിതത്തിലുടനീളം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം. ഓരോ സന്ദർഭത്തിലും ഒരിക്കലും നമുക്ക് കിട്ടിയ ഈ ഭൗതിക വിഭവങ്ങളിൽ തവക്കുലാക്കി പോകുന്ന, ഇതുകൊണ്ടൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയും നമുക്കുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന് വിരുദ്ധമാണ്. ഈമാനിന് വിരുദ്ധമാണ്. പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുലാക്കണം. അള്ളാഹു തആല ചില സന്ദർഭത്തിൽ മുശ്രിക്കുകളെ, കുഫാറുകളെ ശക്തിപ്പെടുത്തും. അവർക്കൊരുപാട് ബലം നൽകും. എത്രത്തോളം? മുഅ്മിനീങ്ങളോട് പറഞ്ഞു പോകും, അയ്നല്ലാഹ്, എവിടെ അല്ലാഹ്? ആനുകാലികമായ പല സംഭവങ്ങളിലും അങ്ങനെയില്ലേ? അള്ളാഹുവിന്റെ വലിയ ഹിക്മത്ത് അള്ളാഹ് അങ്ങനെ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വളരെ വ്യക്തമായ പ്രത്യക്ഷമായ സഹായം ചെയ്യും. അള്ളാഹുവിന്റെ ചില ആയാത്തുകളെ വളരെ വ്യക്തമായി അല്ലാഹു തആല വെളിവാക്കി കൊടുക്കും. അത് കണ്ടു നിൽക്കുന്ന കാഫിറിനോട് പറഞ്ഞു പോകും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് മാത്രമുള്ള സഹായം മറുപുറത്ത് അല്ലാഹു തആല വിശ്വാസികളുടെ ഭാഗത്ത് ചെയ്യും, തിരിച്ചു അല്ലാഹു തആല ചെയ്യും. അപ്പൊ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന് നരകമുണ്ട്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹ് നസീറാണ്, അല്ലാഹ് സഹായിക്കുന്നവനാണ്. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ആ നുസ്രത്ത്, സഹായം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ചെയ്യുക. എന്നിട്ടാകണം നമ്മൾ അള്ളാഹുവില് തവക്കുലാക്കേണ്ടത്. തീർച്ചയായും അല്ലാഹു തആല സഹായിക്കും. അതെത്ര ദുർബല നിമിഷത്തിലും, നമ്മുടെ വളരെ ദുർബലരാകുന്ന നിമിഷത്തിലും. മദീന വളഞ്ഞിരിക്കുകയാണ്. അഹ്സാബ് യുദ്ധം, ഹിജ്റയുടെ 5-ാം വർഷം. മദീനയുടെ എല്ലാ ഭാഗത്തു കൂടിയും 10,000 ശത്രുക്കൾ വന്ന് മദീനയെ വളഞ്ഞിട്ടിരിക്കുകയാണ്. മദീനയിൽ ഭക്ഷ്യക്ഷാമമുണ്ട്, അതിശക്തമായ ഉപരോധമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അതിശക്തമായ ആശങ്കയുണ്ട്. ചിലർ പറയുന്നുണ്ട്, ഇതോടുകൂടി ഇസ്ലാമിന്റെ, മുഹമ്മദിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അത്രയും വലിയ ശത്രു സംഘമാണ് വന്നത്. മുസ്ലിങ്ങളുടെ അന്നത്തെ മാനസികാവസ്ഥ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വൈദ് സാഖത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ എന്നാണ്. ഹൃദയം തൊണ്ടേ കെട്ടിയിരിക്കുന്നു, കണ്ണൊരു പോയിന്റിൽ നിൽക്കുന്നില്ല, ഒരു സ്ഥലത്തേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല, പതറിപ്പോവാണ്. ആര്? സഹാബാക്കള് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടാ നോക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഹൃദയം തൊണ്ടേ കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തോന്നുകയാണ്. എന്നിട്ടോ അള്ളാഹിനെ പറ്റി പലതും വിചാരിച്ചു പോയി. എപ്പോ അള്ളാഹ് സഹായിക്ക? എന്താ നമ്മൾ ഈ കോലത്തിലായത്? അള്ളാഹ്ക്ക് നമ്മളെ വേണ്ടേ എന്നൊക്കെ തോന്നിപ്പോയി. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ. അതിശക്തമായി ഉറപ്പിക്കപ്പെട്ടു പോയി മുസ്ലിമീങ്ങളെ. സൂറ അഹ്സാബിൽ അല്ലാഹു തആല പറയുന്നു,
ആ സമയത്താ കടങ്ങ് കുഴിക്കുമ്പോ അതിന്റെ ഉള്ളിൽ വലിയ പാറ കാണുന്നത്, ആർക്കും പൊട്ടിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് ധരിച്ചിരുന്ന അവിടുത്തെ കമീസ് ഊരിയിട്ട് ഒരു കല്ലിൽ അവിടെ വെച്ചിട്ട് വിക്കാസ് എടുക്കുകയാണെന്ന്, പാറ പൊട്ടിക്കാനുള്ള സാധനം എടുത്തിട്ട് റസൂലുള്ളാഹി ബിസ്മില്ലാ എന്ന് പറഞ്ഞൊരൊറ്റ അടി കൊടുത്തപ്പോ അതിന്റെ 1/3 ഭാഗം പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിയതിന് ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞത്, അല്ലാഹു അക്ബർ, ഷാമിന്റെ താക്കോൽ കൂട്ടം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. വല്ലാഹി ഇന്നി ലഉബ്സിറു ഖുസൂറഹാ അൽഹുമുറ മിൻ മകാനി ഹാദാ, അതിന്റെ ചുവന്ന കൊട്ടാരങ്ങൾ ഞാൻ ഇവിടെ വെച്ച് കാണുന്നു എന്ന്. ഏതാ സമയം? സ്വന്തം താമസിക്കുന്ന നാട്ടില് ഗത്യന്തരമില്ലാതെ അതിനെ പട്ടാളം വളഞ്ഞിരിക്കുകയാ. ഇവിടെ ഭക്ഷണമില്ല, സുരക്ഷിതത്വമില്ല, ഒന്നുമില്ല. തന്റെ അനുയായികൾ മുഴുവനും പേടിച്ച് വിറച്ചു നിൽക്കുകയാ. ആ സമയത്തും നസീറായ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് തവക്കുലാക്കിയിട്ട് ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറം ഒരുപാട് വിജയം നമുക്ക് കിട്ടാൻ പോകുന്നു എന്ന പ്രതീക്ഷ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിലുള്ള തവക്കുൽ എങ്ങനെയാ റസൂലുള്ളാഹി സ്വഹാബത്തിനെ പഠിപ്പിച്ചത്? രണ്ടാമത്തെ അടിയടിച്ച് 1/3 ഭാഗം വീണ്ടും പൊട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹു അക്ബർ, ഉഅ്തീതു മഫാത്തിഹ ഫാരിസ്, പേർഷ്യയുടെ ഖജനാവുകൾ എന്റെ കയ്യിൽ വന്നു. വല്ലാഹി ഇന്നി ലഉബ്സിറുൽ മദായിന വഉബ്സിറു ഖസ്റഹ ലബിയല മിൻ മകാനി ഹാദാ, അവിടെയുള്ള വെള്ള കൊട്ടാരങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നു എന്ന് മഹാനായ റസൂൽ. ഇത് വെറും വർത്താനല്ല, അതൊക്കെ റസൂലിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. റസൂല് വഫാത്തായതിനു ശേഷം ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ട്, സഹാബാക്കളുടെ കാലത്ത് തന്നെ. ഇതൊക്കെ അള്ളാഹു വഹയിലൂടെ അറിയിക്കുകയാ. മൂന്നാമതും റസൂലുള്ളാഹി അടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅ്തീതു മഫാത്തിഹൽ യമൻ, ആ യമനൊക്കെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. വല്ലാഹി ഇന്നി ലഉബ്സിറു അബ്വാബ സൻആ മിൻ മക്കാനി ഹാദാ, യമനിലുള്ള സൻആ പ്രവിശ്യകളൊക്കെ ഞാൻ ഇവിടെ വെച്ച് കാണുകയാണെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഭാവിയിൽ റസൂലി പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ 200 ഒട്ടകം ഇനാമ പ്രഖ്യാപിച്ചതാ. അബൂബക്കറിന്റെയും റസൂലിന്റെയും തലയെടുത്ത് കൊണ്ടുവരുന്നവർക്ക് നാനാഭാഗത്തും ശത്രുക്കൾ ഓടിയില്ലേ? ആ കൂട്ടത്തിൽ റസൂല് ചെങ്കടൽ തീരത്ത് കൂടെ സാധാരണ മദീനയിലേക്ക് പോകാത്ത വഴിയിലൂടെയാ ഹിജ്റ പോയത്. അവിടെ വെച്ച് സുറാക്ക റസൂലിനെ കണ്ടില്ലേ? 200 ഒട്ടകം സ്വപ്നം കാണുകയാ. സുറാക്ക റസൂലുള്ളാഹിയുടെ നേരെ എടുത്തിങ്ങനെ ചാടുമ്പോ 2 തവണ കുതിര വീണുപോയി. 3-ാം തവണ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് താഴ്ന്നു പോയി. അപ്പോഴാ സുറാക്ക പറഞ്ഞത്, മുഹമ്മദെ, എന്നെ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി പ്രതികാരമൊന്നും ചെയ്തില്ല. സുറാക്കയോട് പറഞ്ഞു, പൊയ്ക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ കണ്ട കാര്യം എവിടെയും ആരോടും പറയണ്ട. ആ വാക്ക് സുറാക്ക പാലിച്ചിട്ടുണ്ട്. മക്കയിൽ ചെന്നിട്ട് ആരോടും സംഗതി പറഞ്ഞിട്ടില്ല. സുറാക്കയോട് റസൂലുള്ള പറഞ്ഞു, 200 ഒട്ടകൊക്കെ ഒരു ഇനാമാണോ? നിനക്ക് കിസ്റയുടെ വളയിട്ട് തരാം എന്ന് മഹാനായ റസൂലുള്ളാഹി തമാശ പറഞ്ഞതാണെന്നാ സുറാക്ക വിചാരിച്ചത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ കിസ്റ കൊട്ടാരം പിടിച്ചെടുത്തിട്ട് അതിന്റെ വളയെടുത്ത് അണിയിച്ചു കൊടുത്തില്ലേ സുറാക്കക്ക്? മക്കം ഫതഹിന്റെ സമയത്ത് സുറാക്ക മുസ്ലിമായി. വഹീന്റെ കലാമ, അല്ലാഹു നസീറ, ഗത്യന്തരമില്ലാതെ നാട്ടിൽ നിന്ന് ഓടുന്ന സമയത്ത് പോലും മഹാനായ റസൂൽ നസീറായ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചു. അല്ലാഹു തആല വാക്ക് നിറവേറ്റി കൊടുത്തു. അതുകൊണ്ട് പരിപൂർണമായി തവക്കുലാക്കുക അള്ളാഹുവിന് ഇഷ്ടമാണ്. തവക്കുൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് പറയുക, സ്വകാര്യം പറയുക, എന്റെ കയ്യിലുള്ളതൊന്നും എന്റെ ഒന്നിനും തികഞ്ഞിട്ടില്ല റബ്ബേ, നിന്റെ സഹായം മാത്രമാണ് എന്റെ പ്രതീക്ഷ.
നിന്റെ സഹായം മാത്രമാണ് എന്റെ പ്രതീക്ഷ. നിന്നില് മാത്രമാണ് ഞാൻ തവക്കുലാക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ കഴിവിന്റെ പരമാവധി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുനിയാവ് നീ നടത്തി തരണം, ആഖിറം സുരക്ഷിതമാക്കി തരണം, നീ എന്നെ വിജയിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹുവിന്റെ നസീർ എന്ന നാമം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് അംഗീകരിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.